വകയല്ല. വഹ്ജുറൂഹുന്ന ഫിൽ മവാജി, കിടപ്പറയിൽ ഒഴിവാക്കുക. ഇത് വലിയൊരു അധ്യാപനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കൂടെ കിടക്കുന്നതിൽ നിന്ന്, അവരുമായി ചൂടുപറ്റി കിടക്കുന്നതിൽ നിന്ന്, ശാരീരിക ബന്ധം ഏർപ്പെടുന്നതിൽ നിന്ന് ഭാര്യ ഒഴിവാക്കുക. ഒരുവിധപ്പെട്ട ഭാര്യമാരൊക്കെ അതുകൊണ്ട് അവൾ നന്നാവും, സ്വഭാവം നന്നാവും. ആര് പറയാ? പരിശുദ്ധ ഖുർആൻ പറയാ. ഇനി അങ്ങനെ നന്നായിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ ദോഷം പറയുന്നുണ്ട്. ഇത് ചെയ്യുന്നതിലൂടെ നിനക്ക് കിട്ടുന്ന കൂലി എന്താ? ഖുർആൻ പറഞ്ഞതനുസരിച്ചുള്ളതാകുന്ന ജീവിതക്രമം നീ കൊണ്ടുവന്നു, ചിട്ടവട്ടം കൊണ്ടുവന്നു, അതാ നിനക്ക് കിട്ടുന്ന കൂലി. ഇതല്ല നീ നേരെ മറിച്ച് ആദ്യം തന്നെ വാണോങ്ങി, അവളുടെ നേരെ കൈ ഓങ്ങി, അവളെ അടിച്ചു, ശകാരിച്ചു, തീറ്റ വിളിച്ചു. ഇത് പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. ഇവിടെ അങ്ങ് ചീത്തവിളി പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും നിന്റെ ഭാര്യയെ ശകാരിക്കണമെന്നും അടിക്കണമെന്നും പറഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കാൻ പറഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ തന്നെ പറയുന്നു, നിന്റെ ഭാര്യയെ നിനക്ക് അടിക്കാനും ശകാരിക്കാനും ഓങ്ങാനും ഉള്ളതാകുന്ന ഒരു അവസ്ഥയുമില്ല. നിന്റെ ഭാര്യയെ ഉപദേശിച്ചു നോക്കി ശരിയായില്ലെങ്കിൽ രണ്ടാമതായി കിടപ്പറെ നകച്ചു നോക്കുക, അഥവാ അവളുമായി ശാരീരിക ബന്ധം ഒഴിവാക്കുക. ഒരിക്കലും തന്നെ റൂമിന്റെ വെളിയിലിട്ടിട്ട് കഥ കടക്കരുത്. അങ്ങനെ അടച്ചാൽ പിന്നെ ഒരു ഹോൺ കേൾക്കുമ്പോ അവള് വല്ല മീൻകാരന്റെ കൂടെ ഒളിച്ചോടിയിട്ടുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? റൂമിന്റെ വെളിയിലിട്ടിട്ട് കഥ കടക്കരുത്. ഇപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ന്യൂ മോഡൽ പരിപാടി എന്താ? സ്വന്തം ഭാര്യ അല്പം ഒരു പിണക്കം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവളെ നേരെ കിതാബ് കൊടുത്തിട്ട് ഇറങ്ങിക്കോളാൻ പറയാ. എന്നിട്ട് നേരെ അവളെ കൊണ്ടുവന്ന് അവളുടെ വീട്ടിലോട്ട് കൊണ്ടേയാക്കുക. ചെറിയ വിഷയമായിരിക്കും, പക്ഷെ വലിയ പർവ്വതീകരിച്ചവൻ കാണിക്കുക, വലിയ ആളാകുക. എന്ത് വലിയ ആള്? എന്നിട്ട് ഭാര്യ അവിടെ കൊണ്ട് നിന്നിട്ട് അവളുടെ വാപ്പയോട് പറയും, അവള് ശരിയല്ല കേട്ടോ, അവളെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണമെന്ന് പറഞ്ഞേക്കും, കുറച്ച് ഉപദേശിക്കണം. അറിയത്തില്ല, ഉപദേശിക്കാൻ അറിയത്തില്ല, വായെടുത്താ ചീത്തയാണ്. അതുകൊണ്ട് ഞാൻ പറയാം, കുറച്ച് ഉപദേശിക്കണം വാപ്പയോട്. എന്നിട്ട് ഇവൻ പതുക്കെങ്കിൽ പോരുക. ചെറിയ വിഷയമായിരിക്കും, നിസ്സാര വിഷയമായിരിക്കും. ആ നിസ്സാര വിഷയം പർവ്വതീകരിക്കുകയാണ്, വലിയ വിഷയമാക്കി. ഒരിക്കലും ഭാര്യയെ കൊണ്ട് അങ്ങനെ പോയി വിടാൻ പരിശുദ്ധ ഇസ്ലാം ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ കൊണ്ടുപോയി വിടാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ ത്വലാഖിലേക്ക് വഴിവെക്കും, അതൊക്കെ വിവാഹമോചനത്തിലേക്ക് വഴിവെക്കും. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ഒരു പെണ്ണുമായിട്ടുള്ള ബന്ധം അത് എന്നെന്നും നിലനിൽക്കണം. ഈ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിൽ നിലനിൽക്കണമെന്ന് വാശി പിടിക്കുന്ന മതമാണ്. ദുനിയാവിൽ മാത്രമല്ല, ഇവിടെ സ്ത്രീകൾ കൂടുതലായിട്ട് ത്വലാഖ് ചെല്ലപ്പെടുന്നു, സ്ത്രീകൾ വിവാഹമോചനം ചെയ്യപ്പെടുന്നു എന്ന് ചാനലുകളോട് ഗർജിക്കുന്നതാകുന്ന ജഡ്ജിമാരോട്, അത് ഏത് സമുദായത്തിൽപ്പെട്ടവരാകട്ടെ, അവരോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധമാക്കപ്പെട്ട ദീൻ പഠിക്കാത്തവരാണ് ആ വിവാഹം കഴിച്ചവരൊക്കെ. ദീൻ പഠിക്കാത്തതിന് ഉലമാക്കളാണോ കുറ്റക്കാർ? ആലിമീകളാണോ കുറ്റക്കാർ? പണ്ഡിതന്മാരാണോ കുറ്റക്കാർ? ഇവിടുത്തെ ദക്ഷിണ കേരള ജമിയത്തുലമയുടെ ഉലമാക്കളാണോ കുറ്റക്കാർ? പറയും, നിങ്ങൾ മനസ്സിലാക്കി. ആരവിടെ കുറ്റക്കാര്? കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താക്കന്മാരും ചെറുക്കന്മാരും ചെക്കന്മാരും ചുള്ളന്മാരും അതുപോലെ തന്നെ സ്ത്രീകളുമൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ആദർശങ്ങളും ആശയങ്ങളും പഠിക്കാതെ വൈകാരികമാകുന്ന ചിന്ത ഉണർത്തുന്ന രീതിയിൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചത് കൊണ്ടല്ലേ ഈ വിവാഹമോചനത്തിലേക്ക് എത്തിപ്പെടുന്നത്. ആരാണ് ഇവിടെ കുറ്റക്കാർ? ഈ പഠിക്കാതെ ഏതെങ്കിലും ചില ചെറുപ്പക്കാര് പൈശാചികമാകുന്ന രീതിയിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നടക്കുന്ന വൈകൃതങ്ങൾ അവർ CD എടുത്തിട്ട് ബ്ലൂ ഫിലിമുകൾ കണ്ടിട്ട് ഇതൊക്കെയാണ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധമെന്ന് മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള വൈകൃതമാകുന്ന രീതിയിലുള്ള രതിക്രണകൾ വീട്ടിൽ അരമനയിൽ അടങ്ങേറുമ്പോ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒളിച്ചോടുമ്പോ, അല്ലെങ്കിൽ ആ ഭാര്യ അവരുമായിട്ട് പിണങ്ങി കഴിയുമ്പോ, അവരുമായിട്ട് ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോ ആരാണ് ഇവിടെ കുറ്റക്കാർ? സമുദായമാണോ കുറ്റക്കാര്? അവർ അറിവ് നുകരാത്തത് കൊണ്ടാണ്, അറിവ് പഠിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പഠിപ്പിക്കുന്നത് ഖുർആൻ വെച്ച് സൂറത്തുൽ നിസായിലൂടെ, സ്ത്രീ എന്ന ഒരു പ്രഥമമാകുന്ന അധ്യായത്തിലൂടെ അല്ലാഹു പറയുന്നു, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പിണക്കം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഉപദേശം കൊടുത്ത്, രണ്ടാമതായി അതുകൊണ്ട് റെഡിയായില്ലെങ്കിൽ ഓക്കെ, റെഡിയായില്ല, അവൾ നന്നാവുന്നില്ലെങ്കിൽ രണ്ടാമതായി പരിശുദ്ധ ഇസ്ലാം പറയുന്നു, നിന്റെ ഭാര്യയെ കിടക്കയിൽ ഒഴിവാക്കണം, ശാരീരിക ബന്ധം ഒഴിവാക്കണം. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് ഒരു 5 വർഷം ജീവിതം നയിച്ചു, അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഭാര്യ വലിയ കട്ടിലൊക്കെ തന്നെയാണ്, ഡബിൾ കോട്ട് ബെഡ്, എന്നിട്ട് പറയും തിരിഞ്ഞു കിടന്നു പറയും, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, അസ്സലാമു അലൈക്കും. ഇപ്പൊ പിന്നെ തെക്കോട്ടും ഇതോട് വടക്കോട്ടും. 5 വർഷം കഴിയുമ്പോ ഭാര്യയെ തൊട്ടടുത്ത് കെട്ടിലിട്ട് കൊടുക്കുക, അവിടെ കിടന്നോ, 1 പെറ്റി 2 പെറ്റി 3 പെറ്റിന് അപ്പുറത്ത്. 4ാമത്തെ പെറ്റി പ്രസവം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും, പ്രസവം കൂടി കഴിഞ്ഞപ്പോ ഇവിടെ തൊട്ടപ്പുറത്ത് റൂമിലോട്ട് മാറ്റപ്പെട്ടു. ഇപ്പം പിന്നെ വേറൊരു ഇവരെന്താ ഈ കുട്ടികളുടെ ഒച്ചയൊന്നും ഇവര് കേൾക്കാൻ പറ്റത്തില്ല, ഭയങ്കര ആരോഗ്യ. ഇവര് സുഖമായിട്ട് ഉറങ്ങണം, നല്ല പോത്തും ബീഫും ഒക്കെ അടിച്ച്, ചിക്കൻ 65 ഒക്കെ അടിച്ച്, പുട്ടുകടയിൽ പോയി 3 പുട്ടും 4 ബീഫ് റോസ്റ്റും ഒക്കെ അടിച്ചിട്ട് ഹൈവാൻ വന്ന് പോത്ത് പോലെ കിടന്ന് ഉറങ്ങാം.
ആരും കപ്പയിൽ നിന്ന് നല്ലൊരു ബിരിയാണിയൊക്കെ വാങ്ങിച്ചു വന്നിട്ട് നല്ല റാഹത്തായ രീതി ഇത് കഴിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുക. ഇവനിതാ പരിപാടി, സുഖമായിട്ട് ഉറങ്ങണം. അതുകൊണ്ട് ഭാര്യയായിട്ടുള്ള സമ്പർക്കമൊന്നും പറ്റത്തില്ല. അവളുമായി കൂടെ കിടക്കാൻ പോലും ഇവന് സമയമില്ല. കുട്ടികളുടെ കരച്ചിലുകൾക്ക് അതുകൊണ്ട് നീ അപ്പുറത്ത് മുങ്ങിപ്പിക്കണം. ഇത് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണോ? ഞാനതാ നേരത്തെ പറഞ്ഞത്, ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധം മാത്രമാണ് കുടുംബജീവിതം എന്ന് മനസ്സിലാക്കി ഇവർക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. അവൻ അറിവില്ല, സത്യത്തിൽ അറിവില്ലായ്മയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ടാണ് ലോകത്തിന്റെ നായകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ കുടുംബ ജീവിതത്തിന്റെ മകുട ഉദാഹരണം അല്ലാഹുവിന്റെ റസൂലില്ലയോ? ലോകത്തിന്റെ നായകനില്ലയോ? ലോകത്തിന്റെ നായകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ മദീനത്തെ പള്ളിയുടെ അകത്തലങ്ങളിൽ മെഹ്റാബിൽ തലവെച്ച് കിടക്കാമായിരുന്നു. റൗള എന്ന് വിശേഷിപ്പിക്കുന്ന, ഈ ദുനിയാവിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്ന സുന്ദരമാകുന്ന റൗളയിൽ തലചായ്ച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് വേണമെങ്കിൽ ഈ ലോകത്ത് നിന്ന് വിട പറയാമായിരുന്നു. പക്ഷേ ഹബീബായ നബി തങ്ങൾ എവിടെ വെച്ചാ കിടന്നത്? തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ സിദ്ദീഖയുടെ മടിത്തട്ടിൽ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പൊന്നുമോളുടെ മടിത്തട്ടിൽ തലവെച്ചിട്ടാണ് ലോകത്തിന്റെ നായകൻ വഫാത്തായത്. അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്ത് ജീവിച്ചു വരാനിരിക്കുന്ന വിശ്വാസികൾക്ക് കുടുംബത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണം ലോകത്തിന്റെ നായകനില്ലയോ? അല്ലാഹുവിന്റെ റസൂലിനില്ലയോ? ഹബീബായ നബി തങ്ങൾ വഫാത്താകുന്ന സമയം, മരിക്കാൻ കിടക്കുക, എന്താ ഭാര്യയായിട്ട് വല്ല ശൃംഗരിക്കാൻ പോകണോ? അല്ല, ഭാര്യയോടുള്ള സ്നേഹവും കുടുംബജീവിതം പഠിപ്പിക്കുക. സ്വന്തം ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് ഇവിടെ പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് ഇതിനേക്കാൾ വലിയ സുന്ദരമാകുന്ന സ്ഥലം കിട്ടുന്നില്ലായിരുന്നു. ഇതൊക്കെ ജീവിതമാണ്. ഇതാണ് കുടുംബ ജീവിതം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വന്തം ഭാര്യയ്ക്ക് ആർത്തവം ഉണ്ടാകുന്ന പീരിൽ അവളുമായി ശാരീരിക ബന്ധം നിഷേധിച്ചതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ അടിസ്ഥാന മസല, ആ ഭാര്യയുടെ ആർത്തവം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ സിദ്ദീഖ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് ആ ആയിഷ ബീവിയുടെ തലപിടിച്ച് സ്വന്തം പടിയിലേക്ക് വെച്ചിട്ട് ആയിഷ ബീവിയുടെ തലയിലെ മുടിയിഴകളിൽ പ്രവാചകൻ തന്റെ വിരലുകൾ ഒടിക്കുമായിരുന്നു. ചരിത്രത്തിൽ കാണാം. ഭാര്യയുമായിട്ട് കൂടെ കിടന്ന് ബന്ധപ്പെടലല്ല, മറിച്ച് അവൾക്ക് ആർത്തവം ഉണ്ടാകുന്ന പീരിയഡുള്ള ടൈമിൽ പോലും അവളെ കൊണ്ടുവന്ന് അവളുടെ തല സ്വന്തം മടിയിലേക്ക് വെച്ചിട്ട് അവളുടെ തലയിലെ മുടിയിഴകളിൽ പ്രവാചകൻ ഓടിക്കുമായിരുന്നു, മുടി ചീകി കൊടുക്കുമായിരുന്നു. ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. നമ്മളാണെങ്കിലോ ഏറ്റവും 7 ദിവസം കഴിഞ്ഞിട്ട് കാണും കേട്ടോ. മുങ്ങ പിന്നെ ഇവിടെയില്ല. ഇതാണോ ജീവിതം? ഇതാണോ ജീവിതം? മനസ്സിലാക്കണം. നമ്മൾ കുടുംബജീവിതം താറുമാറാകുമ്പോ ശൈലില്ലെന്നറിയുമ്പോ അവിടെ വന്നിട്ട് മഹല്ലുകളിൽ വന്നിട്ട് കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ഉസ്താദുമാരെടുത്ത് വന്നിട്ട് നിങ്ങളെ നിക്കാഹ് കഴിച്ചു തന്നിട്ടാണ് എന്റെ കുടുംബം താറുമാറായതെന്ന് ഉസ്താദിനെ പ്രവേശിച്ചിട്ട് കാര്യമില്ല, ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പഠിക്കേണ്ട ഒരുപാട് മസാലകൾ ഉണ്ടായിരുന്നു, അതറിയില്ല. നിക്കാഹ് കഴിക്കാൻ വന്നിരിക്കുക, മഹറത്ര ചോദിക്കുമ്പോ അയവാൻ പറയാം, കൊച്ചാപ്പ വന്നിട്ടില്ല. കൊച്ചാപ്പാടെ പേരാ മഹർ നായവാൻ.